CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് തല മുണ്ഡനം ചെയ്ത് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രസിഡന്റ് സെക്രട്ടറി അനുഭവത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ തല മുണ്ഡനം ചെയ്താണ് അവരുടെ പ്രതിഷേധം. സാന്ത്വന സാജു വിവരങ്ങൾ നൽകും. സാന്ത്വന, എന്താണ് ഇവരുടെ ആവശ്യം? അജിംസ്, ഹൃദയഭേദകമായ ഒരു സമരം തന്നെയാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് കാണുന്നത്. CPO റാങ്ക് ലിസ്റ്റ്, അതായത് 2019 CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ തലമുണ്ടനം ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ തലമുണ്ടനം ചെയ്യുക മാത്രമല്ല, ഒരു 10ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ ശവമഞ്ചത്തിൽ കിടക്കുന്നത് പോലെ പ്രതീകാത്മകമായി ഇവിടെ ശവങ്ങളായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉപ്പിന് പുറത്ത് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സമരം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ സ്ഥിരമായി പലതരം സമരങ്ങൾ കാണുന്നതാണ്. എന്നാൽ ഇത്രത്തോളം ഹൃദയഭേദകമായ ഒരു സമരം ഇത് ആദ്യമായാണെന്ന് തോന്നുന്നു കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി 55 ദിവസം കൂടി മാത്രമാണ് ഈ 2019 റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുവാൻ സമയമുള്ളത്. അപ്പോൾ അതിനു മുമ്പ്, അത് മാത്രമല്ല, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 21% ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇതുവരെയും നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ 55 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി വരുന്ന പരമാവധി ആളുകളെ ജോലിയിലേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏതാണ്ട് 500ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ കുറേ ദിവസമായി തന്നെ ഇവർ നടത്തുകയാണ്. ഇന്നലെയും റോഡ് ഉപരോധിച്ചും ഒക്കെ മുട്ടിലെഴിഞ്ഞും കൈകൂപ്പിയും ഒക്കെ ഇന്നലെയും ഇവർ സർക്കാരിനോട് യാചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും സർക്കാർ വഴങ്ങുന്നില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ഇവരെ സർക്കാർ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇന്നും സമരം ചെയ്യുന്നത്. ഇന്നലെ ഏതാണ്ട് 300ഓളം ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് 500ഓളം പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് 10ഓളം പേരാണ് ഇവിടെ ശവമഞ്ചത്തിൽ കിടക്കുന്നതിന് സമാനമായി കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് കിടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സമയം മുമ്പ് ഇവിടെ എത്തിയപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, പലരുടെയും അവസ്ഥ ഒരു 55 54 ദിവസം കഴിയുമ്പോൾ അവരിൽ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് ആണ് അവർ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, പോലീസിൻ്റെ ഒരു ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമുള്ള ഒരു ലിസ്റ്റല്ല, കേരളത്തിൽ ഉടനീളം വരുന്ന ലിസ്റ്റാണ്. അപ്പോൾ ഒരു ലിസ്റ്റിലൊക്കെ പേര് വന്നപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തന്നെ ഒരു പ്രതീക്ഷയായിരിക്കണം അത്. അപ്പോൾ അത് നഷ്ടമാകാൻ പോവുകയാണ്. ഒരു 50-55 ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു പ്രതീക്ഷ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം കൂടിയുണ്ട് ഇത്തരത്തിൽ ഇവിടെ എത്തി ഇങ്ങനെ സമരം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, എന്തൊക്കെ ആവശ്യങ്ങളാണ്? ശരി, എല്ലാവരും ഒരു ദുഃഖത്തിൽ തന്നെയാണുള്ളത്. എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു ശ്രദ്ധ സർക്കാരിലേക്ക് ക്ഷണിച്ച് ഈ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പ്രധാനമായി അവർ പറയുന്നത് ഈ ഏതാണ്ട് 21% ആളുകൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചതെന്ന് പറഞ്ഞു. 13,200-ലധികം ആളുകളാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3,000-ലധികം ആളുകൾ, 3,500-ന് താഴെ മാത്രം ആളുകളാണ് ഇതിനകം നിയമിതരായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ 54 ദിവസത്തിനുള്ളിൽ ബാക്കി വരുന്ന പരമാവധി ആളുകളെ ഈ ലിസ്റ്റിലേക്ക് എടുക്കുക. അത് മാത്രവുമല്ല, ഈ ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഇവർ ഈ ഒരു സമരത്തിനുമായി മുൻപോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ഉദ്യോഗാർത്ഥികൾ ഇവർ 2019 ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഇതിനുശേഷം 2 തവണ PSC ഇതേ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൽ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും അടക്കം ഇപ്പോൾ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിലെ ഉദ്യോഗാർത്ഥികളും ജോലിക്കായി നിൽക്കുകയാണ് എന്നത് കിട്ടുന്നത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യമൊക്കെ മറ്റൊരു ചോദ്യം. ഇതൊക്കെയും ഇവരുടെ മുൻപിൽ ഒരു പഠിച്ച 5 വർഷമായിട്ട് ഒരു നിയമനമില്ലാതെ ഇങ്ങനെ കിടക്കുന്നതിൽ ഭയങ്കര കഷ്ടമുണ്ട്, വിഷമമുണ്ട്. ഇനി അറിയില്ല, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. 2 ടെസ്റ്റ് എഴുതി ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ മുണ്ടനം ചെയ്യേണ്ടി വരുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല, വിഷമയാവുന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ 5 വർഷം ഇത്രയും പഠിച്ചിട്ടും ഈ പറയുന്ന റാങ്ക് വന്നിട്ട് ഈ ഒരു അവസ്ഥ വരുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇത് എനിക്ക് മാത്രമല്ല, ഇനി വരുന്ന ആൾക്കാർക്ക് ഇതേ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളില്ല.
നിയമനം കിട്ടിയേ പറ്റൂ. അജിംസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. ഇവർ 2019 ബാച്ച് നോട്ടിഫിക്കേഷൻ വിളിച്ച ബാച്ചാണ്. പക്ഷേ 2019 നമുക്കറിയാം കോവിഡിന് ശേഷം ഇവരുടെ ഈ ഒരു എക്സാം നടക്കുവാനും ഇവർക്ക് 2 എക്സാം ഉണ്ടായിരുന്നു. പ്രിലിംസും മെയിൻസും എഴുതിയതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ലിസ്റ്റിൽ വന്ന ആളുകളാണ് ഇവർ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ സമയം അധികം പോയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കാരണം 2019 നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, അതിനുശേഷം പ്രിലിംസും മെയിൻസും 2 പരീക്ഷ നടക്കുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു, നമുക്കറിയാം. പല PSC തന്നെ പല പരീക്ഷകളും ആ സമയത്ത് മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയൊക്കെ നടന്നതിന് ശേഷം 2022 ഫിസിക്കൽ ടെസ്റ്റ് കഴിയുന്നു. 2023 ഇവരുടെ ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഇപ്പോൾ 2024 ആയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പരമാവധി 1 വർഷമാണ്. ഈ CPO അടക്കമുള്ള പല ലിസ്റ്റുകളുടെയും കാലാവധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ 1 വർഷം തന്നെയാണ്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ടെസ്റ്റ് എഴുതാൻ പോലും സാധിക്കില്ല. കാരണം ഇവരുടെ 5 വർഷം ആണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് എഴുതിയതിന് ശേഷം അതുകൊണ്ട് 5 വർഷക്കാലത്തോളം ഇവർ ആ ഒരു ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് ആണെങ്കിൽ ലിസ്റ്റ് വന്നതിൽ തന്നെ 13,000 പേര് ലിസ്റ്റിൽ 13,000 പേരോളം ലിസ്റ്റിൽ വരുന്നു. പക്ഷേ അതിൽ നിന്ന് തന്നെ ഏതാണ്ട് 3,000 പേരെ മാത്രമാണ് ലിസ്റ്റിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കോവിഡ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വളരെ വ്യത്യസ്തമായ സമരം ചെയ്യുകയാണ്. കുറേ അധികം ഉദ്യോഗാർത്ഥികൾ തലമുട്ടയടിച്ച് സമരം ചെയ്യുന്നു. മറ്റു ചിലർ ശവമഞ്ചത്തിൽ ശവമായി കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ വ്യത്യസ്തമായ ഒരു സമരം